ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് റൂട്ട് നോക്കാം. കാരണം ഈ റൂട്ട് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ പല പ്രോബ്ലത്തിലും നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ സംഖ്യയാണ് റൂട്ടൊക്കെ നമുക്ക് കാണാറിയല്ലേ. 25ൻ്റെ 5 ആണെന്നും 4ൻ്റെ 2 ആണെന്നും 225ൻ്റെ 15 ആണ് അറിയാമല്ലോ അല്ലേ. ചിലതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. 625 25 ആണെന്നൊക്കെ പഠിച്ചു വെക്കാം, നമുക്ക് പെട്ടെന്ന് ഓർക്കാനുള്ളതൊക്കെ. ഇപ്പോൾ എല്ലാം ഒന്നും അങ്ങനെ പറ്റില്ല, കാണാൻ പഠിക്കാൻ പറ്റില്ല. അപ്പം അഥവാ കുഴപ്പമില്ല, കാണാറിയതില്ല കുഴപ്പമില്ല. നമുക്ക് ഫോർമുല ഉണ്ട്, എങ്ങനെ ചെയ്യുന്നതിന് മെത്തേഡുണ്ട്, നമുക്കത് നോക്കാം. റൂട്ട് കണ്ടുപിടിക്കാം. അപ്പം അതിന് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, രണ്ട് കാര്യങ്ങൾ അറിയണം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈം നമ്പേഴ്സ് ആർ 2, 3, 5, 7, 11 അങ്ങനെ പോകും. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4, 6, 8, 9 അങ്ങനെ. എന്താണ് പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്? നിങ്ങൾക്കറിയാം, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ സംഖ്യയും മാത്രമേ എൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഓക്കെ, 2 എടുത്തേ. 2 = 1 × 2. 3 എന്നാണ് 1 × 3. 5 = 1 × 5. ഇതേ ഉള്ളൂ. അതായത് 1ഉം ആ സംഖ്യ മാത്രമേ ഉള്ളൂ അതിന് മൾട്ടിപ്പിൾ ആയിട്ട്. ഇൻ ദ കേസ് ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 4 = 1 × 2 ഉണ്ട്. 1 × 4 4 ആണ്. 2 × 2 4 ആണ് അല്ലേ. 6 എടുത്തേ. 1 × 6 6 ആണ്. 2 × 3 6 ആണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്നിൽ കൂടുതൽ, അതായത് 1, 2, 4 ആണ് ഇതിൻ്റെ മൾട്ടിപ്പിൾസ്. ഇതിൻ്റെ മൾട്ടിപ്പിൾസോ 1, 2, 3, 6 ഇതെല്ലാം മൾട്ടിപ്പിൾസാണ്. അപ്പം പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ സംഖ്യ മാത്രമേ ഉള്ളൂ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട്. ഇതിപ്പോൾ പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ സംഖ്യയുടെ റൂട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്കറിയാവുന്ന 25ൻ്റെ 5 ആണെന്നറിയാമല്ലോ, അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. 25ൻ്റെ റൂട്ടിൻ്റെ സിമ്പിൾ അറിയത്തില്ലേ? ഇതാണ് 25. ഓക്കെ, അതിന് നമ്മൾ ഇടുന്നത് ഇങ്ങോട്ടാണ് ഇടുന്നത്. ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിവൈഡാണ് നടക്കുന്നത്, പക്ഷെ നമ്മൾ ആരെ മാർക്ക് ഇടുന്നത് ഇങ്ങോട്ടാണ്. ഇനി ഇവിടെ നോക്കിയാൽ പ്രൈം നമ്പേഴ്സ് വെച്ച് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ൻ്റെ ടേബിളിൽ 25 ഉണ്ടോ? ഇല്ല. 3യുടെ ടേബിളിലുണ്ടോ? ഇല്ല. പിന്നുള്ളത് ആരാണ്? 5. അതിൽ തന്നെ നിങ്ങൾക്കറിയാം 5 ആണ്. പിന്നെ എളുപ്പവഴിയുണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അറിയാൻ. എന്താ? 1ൻ്റെ പ്ലേസിൽ 0യോ 5ഓ വന്നാൽ അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 വെച്ച് 5 × 5. ഈ 5നെ എന്തുകൊണ്ട് പറ്റും? 5. ലാസ്റ്റ് 1 വരുന്നിടം വരെ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇനി ഈ 2 പേരെ വീതം പെയർ ചെയ്യുക. ഒരേപോലുള്ള ഈ 2 പേരെ. ഇപ്പോൾ ഈ 5ഉം 5 പെയർ ചെയ്തു. അതിൽ ഒരാളെ വെളിയിലെടുത്തു. വേറെ വല്ലവരും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പം വെളിയിലെടുത്ത ആൾ ഇതായിരിക്കും ഇവരുടെ റൂട്ട്. കണ്ടോ? 25ൻ്റെ റൂട്ട് 5 അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് വേറൊന്നും നോക്കാം. ഇച്ചിരി വലിയ സംഖ്യ നോക്കാം. 144. നിങ്ങൾ തന്നെ പറയണം. 144 പ്രൈം നമ്പേഴ്സ് എടുത്തു. ഏത് പ്രൈം നമ്പറിന് എടുക്കാം? ആദ്യത്തെ പ്രൈം നമ്പറായ 2 എടുക്കാം. പെട്ടെന്ന് എങ്ങനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 1ൻ്റെ പ്ലേസിൽ 0, 2, 4, 6, 8 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവേ. ഇതിനെ പറ്റുമല്ലോ 2 കൊണ്ട്. ഇതിനെ പറ്റില്ല 2 കൊണ്ട്. 6 അല്ലേ വന്നത്. ഇതിന് നമുക്കറിയാം 9 × 2 18 ആണ്. ഇനി 9 × 2 കൊണ്ട് പറ്റുമോ? ഇല്ല. സിമ്പിളാണ്. 3 കൊണ്ട് പറ്റും. 3. ഇതിന് 3 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്നാണ്? പെയർ ചെയ്യുക. ഒരുപോലുള്ളവരെ കൂട്ടുകൊള്ളുക. കണ്ടോ? ഇവർ രണ്ടും കൂട്ടുകൂടി, ഇവർ രണ്ടുമായി, ഇവർ രണ്ടും പെയറായി. ഇനി അതുകൂടാതെ പെയറിൽ നിന്ന് ഓരോരുത്തരും ഒറ്റ വെളി വരണം. ഇതിൽ നിന്ന് ഒരു 2 വെളി വന്നു, ഇതിൽ നിന്ന് ഒരാൾ വന്നു, ഇതിൽ നിന്ന് ഒരാൾ വന്നു. ഇവരെ എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 × 2 × 3 12 അല്ലേ? 144ൻ്റെ റൂട്ട് 12 അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. ഇച്ചിരി വലിയൊരു സംഖ്യ നമുക്ക് നോക്കാം. 625 നോക്കി. 625 ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയണം. ആരെയും കൊണ്ട്, ഏത് പ്രൈം നമ്പറിനെ കൊണ്ട് പറ്റും? ഒറ്റയടിക്കാൻ 5 കൊണ്ട് അല്ലേ? ഇതിനേത് കൊണ്ട് പറ്റും? 5. 1ൻ്റെ പ്ലേസിൽ 5. ഇതിനെ 5 കൊണ്ട് പറ്റും. ഇതിനെ 5 കൊണ്ട് പറ്റും. 1 വന്നില്ലേ? ഇനി പെയർ ചെയ്ത് ഓരോ പെയറിൽ നിന്ന് ഓരോരുത്തരെ വെളിയിലെടുത്തേ. അവർ തമ്മിൽ ഇൻറ്റു ചെയ്തേ. 5 × 5 25. കണ്ടോ? ഇങ്ങനെ എത്ര വലിയ സംഖ്യയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കൃത്യം റൂട്ടില്ലാത്ത സംഖ്യകളും ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കാവേ. 8ൻ്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
8ന് റൂട്ടുണ്ടോ നോക്കാം. കറക്റ്റ്. ഏതെങ്കിലും സംഖ്യ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ 8 കിട്ടും? ഇല്ലല്ലോ. നോക്കാം. 8 ഏത് പറ്റും? ഏത് പ്രൈം നമ്പർ നമ്മൾ എടുക്കുന്നത്? 2, 4. ഇനി ഏതുകൊണ്ട് പറ്റും? 2. ഇനി ഏതുകൊണ്ട് പറ്റും? 2. പെയർ ചെയ്തേ. ഇവിടെ പെയർ ചെയ്ത ഒരാൾ വെല്ലെടുത്ത്. ഇയാൾക്ക് പെയറുണ്ടോ? ഇല്ല. സിമ്പിൾ. ഒന്നുമില്ല. പെയർ ചെയ്ത വെളിയിലെടുത്ത ആളെ ഇവിടോട്ട് എഴുതി. പെയറില്ലാതെ കിടക്കുന്നവർ റൂട്ടിനകത്ത് അങ്ങ് എഴുതുക. പെയറില്ലാതെ കിടക്കുന്ന ആരാ? 2. അപ്പോൾ 8ൻ്റെ റൂട്ട് എത്രയാണ്? 2 √2. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇച്ചിരി ഒരു വലിയ സംഖ്യ നോക്കാവേ. 125 നോക്കുക. 125. നിങ്ങൾക്ക് സംശയം മാറാൻ വേണ്ടിയാണ് ഇതെല്ലാത്തിനും ഇങ്ങനെ പറ്റുമെന്ന്. എനിക്ക് 125ൻ്റെ ഏതാണ്? 5 അല്ലേ? 5 പെയർ ചെയ്ത ഒരാളെ വെളിയിലെടുത്തു. അയാൾക്കുണ്ടോ? ഇല്ല. പെയർ ചെയ്ത ആളെ വെളിയിലും എഴുതി. പെയറിൽപ്പെടാത്ത ആളെ റൂട്ടിനകത്ത് എഴുതി. 5 √5. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. പെയർ ചെയ്ത് വരുന്നവരെ എല്ലാം കൂടെ വെളിയിൽ എഴുതുക. എത്ര പേരുണ്ടോ അവരെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് വെളിയിൽ എഴുതുക. പെയർ ചെയ്യാത്ത എത്ര പേരുണ്ടോ, പെയറിങ് ഇല്ലാതെ കിടക്കുന്ന എത്ര പേരുണ്ടോ അവരെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് റൂട്ടിനകത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ 2-3 നിങ്ങൾ തന്നെ എക്സാമ്പിൾ കുറേ ഇട്ടിട്ട് ഇച്ചിരി ഇട്ടിട്ട് നിങ്ങളിത് നോക്കുക, ചെയ്ത് നോക്കുക. സിമ്പിളായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് തരണമെങ്കിൽ ഞാൻ ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.